ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ അങ്ങനെ പാർട്ടി കോൺഗ്രസും കഴിഞ്ഞു, ഒരു കുറച്ചുകൂടി യങ്ങായ യുവത്വമുള്ള ഒരു പോളിറ്റ് ബ്യൂറോയും പുതിയ നേതൃത്വമൊക്കെ വന്നോ, എന്ത് തോന്നുന്നു? പുതിയ സെൻട്രൽ കമ്മിറ്റി, പുതിയ പോളിറ്റ് ബ്യൂറോ, അതിൻ്റെ ഒപ്പം പഴയകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിര മുഴുവൻ ഒപ്പം നിന്ന് മുന്നോട്ടേക്ക് പോകുന്ന രാഷ്ട്രീയ നേതൃത്വ ശക്തിയാണ്. അല്ല, ഇപ്പോൾ ഒരു കാലത്ത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവരാരും റിട്ടയർ ചെയ്തില്ല. അവരെല്ലാം ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ക്ഷണിതാക്കളായിട്ടുണ്ട്. അവരെല്ലാം ക്ഷണിതാളാവുന്നുള്ളതല്ല, അവർ ഈ പാർട്ടി സെൻട്രലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പുറമെ പുതിയ 7 സഖാക്കളെ കൂടി PBയിൽ എടുത്തിരിക്കുകയാണ്. സെൻട്രൽ കമ്മിറ്റിയിലാണെങ്കിൽ ഒരു പുതിയ നിര തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പാർട്ടി കൂടുതൽ യുവത്വത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അല്ല, അപ്പോൾ പ്രകാശും ബൃന്ദയും സുഭാഷ് നെല്ലി അടക്കമുള്ള ആളുകൾ സെന്ററിൽ തുടരുന്നു. അവരെല്ലാം സെൻട്രൽ തുടരും. അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെന്താ, അവരെ ആരും റിട്ടയർ ചെയ്യുന്നില്ല. നിങ്ങൾ ഇവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെല്ലാം റിട്ടയർ ചെയ്യുന്നതാണ്. ഇവരാരും റിട്ടയർ ചെയ്യുന്നില്ല. കമ്മ്യൂണിസത്തിൽ റിട്ടയർമെന്റ് ഇല്ല, കമ്മ്യൂണിസം വരെ. ഓക്കെ, അതാണ് മാഷിന്റെ പ്രതികരണം. എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റിട്ടയർമെന്റ് ഇല്ല. ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കൾ സെൻട്രലിന്റെ ഭാഗമായി തന്നെ തുടരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.